ഹായ് സ്റ്റുഡൻസ്, സിവിൽ ടിപ്സ് PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ ഓവർസീർ ഗ്രേഡ് 1 എക്സാമിൻ്റെ കൺഫർമേഷൻ ഡേറ്റും എക്സാം ഡേറ്റും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. എക്സാം വരുന്നത് നമുക്ക് ജൂൺ 27-ാം തീയതിയാണ്. ഹോൾ ടിക്കറ്റ് നമുക്ക് ജൂൺ 13-ാം തീയതി മുതൽ ഓരോരുടെ PSC പ്രൊഫൈൽ കിട്ടുന്നതായിരിക്കും. നമുക്ക് അതിൻ്റെ സിലബസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. സിലബസ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതായിട്ടൊന്നും വന്നിട്ടില്ല. പഴയ സിലബസ് തന്നെയാണ് PSC അതേപടി എടുത്തിട്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ സർവേ എടുത്തു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ മുതൽ ചെയിൻ ടൈപ്പ്, പ്ലെയിൻ ടേബിൾ സർവേ, കോമ്പസ്, ലെബലിംഗ്, കോണ്ടൂറിങ്, ദെൻ ആ സർവേ 1-ൽ 10 മാർക്കിനാണ് നമുക്ക് സിലബസ് പ്രകാരം ചോദിക്കുന്നത്. ദെൻ സർവേ 2-ൽ തിയോറിലേറ്റീവ്, ടാക്യോമെട്രിക് കർവ്സ്, GPS എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് മാത്രം നിങ്ങൾ നോക്കരുത്. എല്ലാ ടോപ്പിക്സും ഞാൻ പെട്ടെന്ന് കണ്ടത് മാത്രം ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയെന്നേ ഉള്ളൂ. ദെൻ നമുക്ക് സിലബസ് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വായിക്കുക. അതിന് ഫുൾ ടോപ്പിക്ക് കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് മാത്രം നിങ്ങൾ നോക്കരുത്. അപ്പോൾ നമുക്ക് സർവേ 1-ൽ നിന്നും 2-ൽ നിന്നുമായിട്ട് നമുക്ക് ഫുള്ള് ടോട്ടൽ 20 മാർക്ക് നമുക്ക് സർവേയിൽ നിന്ന് വരുന്നതാണ് സിലബസ് പ്രകാരം. ഓക്കെ, ദെൻ അടുത്ത കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആണ്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൽ സ്റ്റോൺ വന്നിട്ടുണ്ട്, ക്ലേ പ്രോഡക്റ്റ്, അഗ്രിഗേറ്റ്സ്, മോട്ടാർ, സിമൻറ്റ്, കോൺക്രീറ്റ്, ടിമ്പർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ അതിലും എല്ലാ ടോപ്പിക്സും അതിൽ കവർ ചെയ്ത് വന്നിട്ടുണ്ട്. സോ നമുക്ക് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിന് സിലബസ് പ്രകാരം 10 മാർക്കിനാണ് ചോദിക്കുന്നത്. ഇതിനടുത്ത് കൺസ്ട്രക്ഷൻ ടെക്നോളജിയിൽ മേസൺട്രിയിൽ നിന്ന് നമുക്ക് ടൈപ്സ് ഓഫ് ബോണ്ടഡ്, ബ്രിക്ക് മേസൺട്രി, ഡാംബർ ഓഫ് കോഴ്സ്, അങ്ങനെ എല്ലാ ടോപ്പിക്സും അതിൽ വന്നിട്ടുണ്ട്. സ്കഫോൾഡിങ്, ഷോറിങ്, അണ്ടർപൈനിങ്, ബിൽഡിംഗ് കമ്പോണൻസ്, ഫൗണ്ടേഷൻ മുതൽ റൂഫ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ആ സിലബസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നിന്ന് നമുക്ക് 10 മാർക്കിനാണ് സിലബസ് പ്രകാരം വരുന്നത്. ദെൻ അടുത്ത തിയറി ഓഫ് സ്ട്രക്ചറിൽ ഫോഴ്സ് മുതൽ ഏറ്റവും ബേസ് മുതൽ എല്ലാ കാര്യങ്ങളും, സെൻട്രോയിഡ്, യങ്സ് മോഡൽസ്, സ്ട്രെസ്, സ്ട്രെയിൻ, ബീംസ്, അതിൻ്റെ ബെൻഡിങ് ക്ലാസിഫിക്കേഷൻ എല്ലാം ബേസ് മുതലുള്ള എല്ലാ കാര്യങ്ങളും സിലബസിൽ PSC ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്നും 10 മാർക്കിനാണ് ചോദിക്കുന്നത്. ദെൻ ക്വാണ്ടിറ്റി സർവേയിങ്, എസ്റ്റിമേഷൻ, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ടേക്കിംഗ് ക്വാണ്ടിറ്റീസ്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സിലബസ് PSC കൊടുത്തിട്ടുണ്ട്. പഴയ സിലബസ് തന്നെയാണ്. ദെൻ ഡെഫിനിഷൻ ഓഫ് വാല്യുവേഷൻ, അങ്ങനെ ക്വാണ്ടിറ്റി സർവേയിൽ നമുക്ക് 10 മാർക്കിനാണ് വരുന്നത്. ദെൻ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഹൈഡ്രോളജിയിലുള്ള ടോപ്പിക്സ് എല്ലാം തന്നെയുണ്ട്. റെയിൻഫോൾ, എല്ലാ ടോപ്പിക്സും കവർ ആവാനുള്ള ഹെഡ് വർക്ക്, എല്ലാ ടോപ്പിക്സും തന്നെ സിലബസിൽ വന്നിട്ടുണ്ട്. ദെൻ ആ ഇറിഗേഷനിൽ നിന്ന് നമുക്ക് 10 മാർക്കിനാണ് ചോദിക്കുന്നത്. ദെൻ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, GTയിൽ നിന്ന് സോയിൽ മെക്കാനിക്സ് മുതലുള്ള എല്ലാ ടോപ്പിക്സും കവർ ആകുന്നുണ്ട്. GTയിൽ നിന്ന് നമുക്ക് 10 മാർക്ക് തന്നെയാണ് ചോദിക്കുന്നത്. ദെൻ അടുത്തത് ട്രാൻസ്പോർട്ടിൽ ഹൈവേ എഞ്ചിനീയറിംഗ്, കർവ്സ്, ബ്രിഡ്ജ് ആൻഡ് കൾവേർട്ട്, എയർപോർട്ട് എഞ്ചിനീയറിംഗ്, എല്ലാ ടോപ്പിക്സും അതിലും കവർ ആയിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് 10 മാർക്കിനാണ് ചോദിക്കുന്നത്. ദെൻ എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗിൽ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ്, സോഴ്സ് ഓഫ് വാട്ടർ, ദെൻ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ, സാനിറ്ററി എഞ്ചിനീയറിംഗ്, എല്ലാ ടോപ്പിക്സും പഴയ ടോപ്പിക്സ് തന്നെയാണ്. CBH എല്ലാം പഴയ ടോപ്പിക്സ് തന്നെയാണ്. അതിൽ നിന്ന് നമുക്ക് 10 മാർക്കിനാണ് ചോദിക്കുന്നത്. ഞാൻ ഈ പ്രത്യേകിച്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് മാത്രമല്ല ചോദിക്കുന്നത്, എല്ലാ ടോപ്പിക്സും PSC സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഓരോന്നും കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. ഈ സിലബസ് നമുക്ക് PSCയുടെ സൈറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സിലബസ് ഫുള്ള് കവർ നമുക്ക് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ സിലബസ് ഡൗൺലോഡ് ചെയ്ത് വച്ചിരുന്ന് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ പഠിക്കുന്നതിന് മുന്നെയോ സിലബസ് എല്ലാം കവർ ചെയ്തോ എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, സോ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പറേഷൻ തുടർന്നുകൊണ്ടിരിക്കുക. എല്ലാവർക്കും താങ്ക് യു.